ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗായത്രിയുടെ വീട്ടിൽ എല്ലാവരും ഒത്തുചേർന്ന് സന്തോഷത്തോടു കൂടി വിഷു ആഘോഷിക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് സന്തോഷത്തോടു കൂടി വിഷുവിൻ്റെ പരിപാടികളൊക്കെ നോക്കുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന റൂമിൽ പോയിരുന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ ഇവർക്ക് കൈനീട്ടമായി കൊടുക്കേണ്ടത്? എനിക്കിപ്പോൾ ജോലിയൊന്നും ഇല്ലാത്തതല്ലേ, സൂര്യ വന്നതിൻ്റെ ശേഷമായിരിക്കും എനിക്ക് കൈനീട്ടം കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ് കേട്ടോ. ആ സമയത്താണ് ഗായത്രി ഭാവനയുടെ അടുത്തേക്ക് എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ മോളെ, നീ എന്താ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഒന്നുമില്ല, അങ്ങനെയല്ല, എന്തോ ഉണ്ട്, നിനക്കെന്താ, നിന്റെ മനസ്സിപ്പോൾ ഇവിടെ ഒന്നുമല്ല, സൂര്യയുടെ അടുത്തായിരിക്കും, അതായിരിക്കുമല്ലേ നീ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ. അപ്പോൾ ഭാവന പറയും, അതൊന്നുമല്ല അമ്മേ, പിന്നെ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. അല്ല, അമ്മയുടെ കയ്യിൽ വല്ല പൈസ എങ്ങാനും ഇരിക്കുന്നുണ്ടോ? എൻ്റെ കയ്യിൽ ചില്ലറ പൈസ എന്തെങ്കിലും ഉണ്ടാവും. എന്തേ? അല്ല അമ്മേ, എല്ലാ തവണയും കണി കണ്ട ഉടനെ തന്നെ ഞാൻ അവർക്ക് കൈനീട്ടമായി കൊടുക്കാറുണ്ട്. പക്ഷേ ഇത്തവണ എനിക്ക് എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ഞാൻ ജോലിക്കൊന്നും പോവാത്തതല്ലേ, പിന്നെ സൂര്യ വരണം, സൂര്യയോട് ചോദിക്കണം. അപ്പോൾ എനിക്കൊരു മടി സൂര്യയോട് ചോദിക്കാൻ. ഇനിയിപ്പോൾ സൂര്യ എന്തായാലും എത്തട്ടെ, എന്നിട്ട് ഞാൻ കൈനീട്ടം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഭരത് അരുന്ധതിയോട് സംസാരിക്കാൻ കേട്ടോ. കൈനീട്ടമായിട്ട് ഭരത്താണ് ഇത്തവണ കൊടുക്കുക എന്നുള്ളത് തീരുമാനത്തിലാവട്ടോ അവർ രണ്ടുപേരും കൂടി. ജോലി കിട്ടിയിട്ട് ആദ്യത്തെ ശമ്പളമാണ്, ഈ ശമ്പളം തന്നെ ഞാൻ എല്ലാവർക്കും കൈനീട്ടമായി കൊടുക്കാമെന്ന് വിചാരിക്കുകയാണെന്ന് പറയട്ടോ. അപ്പോൾ അരുന്ധതിക്ക് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ്. അപ്പോൾ അരുന്ധതി പറയാണ്, കൂട്ടുകുടുംബമാവുമ്പോൾ ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് ഭരതേട്ടൻ്റെ ഈ തീരുമാനം വളരെ നല്ലതാണ് എന്ന് പറഞ്ഞു നിൽക്കുന്ന ആ സമയത്താണ് ഭാമ അവിടേക്ക് വരുന്നത്. അപ്പോൾ ഭാമ ചോദിക്കുകയാണ്, എന്താ ഭരത്തെ, നല്ല സന്തോഷത്തിലാണല്ലോ, എന്താ നിൻ്റെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്ക് ആദ്യം ശമ്പളം കിട്ടിയ പൈസയാണ്, ഈ തുക ഞാൻ കൈനീട്ടമായി എല്ലാവർക്കും കൊടുക്കാമെന്ന് കരുതി. എല്ലാ തവണയും ഭാവനേച്ചയല്ലേ നമുക്ക് എല്ലാവർക്കും കൈനീട്ടം തരാറുള്ളത്, ഇത്തവണ ഞാൻ കൊടുക്കാമെന്ന് കരുതി എന്ന് പറയട്ടോ. അപ്പോൾ ഭാമ പറയണം, എൻ്റെ ഈ തീരുമാനമൊക്കെ വളരെ നല്ലതാണ് ഭരത്തെ, പക്ഷേ ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ, എല്ലാ തവണയും ഭാവനേച്ചിയല്ലേ നമുക്ക് കൈനീട്ടമായി തരാറുള്ളത്, അതിൻ്റെ ഐശ്വര്യം ഞാൻ പറയാതെ തന്നെ നിനക്ക് അറിയാവുന്നതല്ലേ. പക്ഷേ ഇത്തവണ ഭാവനേച്ചിയുടെ കയ്യിൽ ഒരു രൂപ പോലും ഉണ്ടാവില്ല, ഭാവനേച്ചി ജോലിക്ക് പോവാത്തതല്ലേ, എല്ലാത്തിനും സൂര്യേട്ടനോട് ചോദിക്കേണ്ടി വരും. അപ്പോൾ ഭരത്തെ, ഈ പൈസ നീ ഭാവനേച്ചിയുടെ കയ്യിൽ കൊടുത്താൽ മതി, ഭാവനേച്ചി തന്നെ നമുക്കെല്ലാവർക്കും കൈനീട്ടമായി തന്നാൽ മതി, എന്താ നിൻ്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ, ഭാമേച്ചിയുടെ ഈ തീരുമാനം നല്ല ഒരു തീരുമാനം തന്നെയാണ്, എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഞാൻ ഭാവനേച്ചിയുടെ കയ്യിൽ തന്നെ എനിക്ക് കിട്ടിയ ആദ്യത്തെ ശമ്പളം കൊടുക്കാൻ പോവുകയാണ്, ഭാവനേച്ചി തന്നെ നമുക്ക് എല്ലാവർക്കും കൈനീട്ടമായി ഈ പൈസ തന്നാൽ മതി എന്ന് ഭരത്തും കൂടി അപ്പോൾ തീരുമാനിക്കാം കേട്ടോ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഭാവനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ഈ സമയം ഭാവന അമ്മയുമായിട്ട് സംസാരിക്കുകയാണ്. അങ്ങനെ ഭരത്ത് ചെല്ലുന്ന സമയത്ത് ഗായത്രി ചോദിക്കുകയാണ്, എന്താ ഭരത്തെ, നല്ല സന്തോഷമുണ്ടല്ലോ മുഖത്ത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല അമ്മേ, വിഷു അല്ലേ, അപ്പോൾ പിന്നെ സന്തോഷമില്ലാതിരിക്കോ, ഭാവനേച്ചി എൻ്റെ കൂടെ ഒന്ന് വന്നേ എന്ന് പറയുമ്പോൾ, എന്താടാ എന്ന് ചോദിക്കുമ്പോൾ, അതൊക്കെ ഉണ്ട്, ഭാവനേച്ചി ഇങ്ങോട്ട് വായോ, ഭാവനേച്ചിയുടെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം കിട്ടണം, അത് എല്ലാ തവണയും ഭാവനേച്ചി അല്ലേ തരാറുള്ളത്, ഇത്തവണയും ഭാവനേച്ചി തന്നെ തന്നാൽ മതി എന്ന് പറയട്ടോ. അപ്പോൾ ഭാവന ഗായത്രിയെ നോക്കുകയാണ്, എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ലല്ലോ, സൂര്യ വരട്ടെ, സൂര്യ വരുന്ന സമയത്ത് കൊടുക്കാം എന്നൊക്കെ ആവട്ടോ ഗായത്രിയുമായിട്ട് ഭാവന തീരുമാനിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഭാവന ഗായത്രിയോട് പറഞ്ഞിട്ടുണ്ടാവും, അല്ല അമ്മേ, കണി കണ്ട ഉടനെ തന്നെ കൈനീട്ടമായിട്ട് കൊടുക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഐശ്വര്യമുള്ളൂ, അതിപ്പോൾ സൂര്യ വരുന്നത് വരെ കാത്തു നിൽക്കണ്ടേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗായത്രി പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല മോളെ എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഭരത് വരുന്നത്. അങ്ങനെ ഭരത് ഗായത്രിയെയും ഭാവനയെയും കൂട്ടിയിട്ട് നേരെ അച്ഛൻ്റെ ഫോട്ടോ ഇരിക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് എന്താടാ എന്നൊക്കെ ഇങ്ങനെ ഭാവന ചോദിക്കുകയാണ്. ഒക്കെ ഉണ്ട് ചേച്ചി, ഭാവനേച്ചി ഒന്ന് ഇങ്ങോട്ട് വന്നേ എന്ന് പറയട്ടോ. അങ്ങനെ അവിടേക്ക് ചെല്ലുന്ന സമയത്താണ് അവിടെ പൈസ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇതെന്താടാ പൈസ ഇരിക്കുന്നത്, ഇതെനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടിയതാണ്, ഈ പൈസ ഭാവനേച്ചിയെ ഏൽപ്പിക്കാനാണ് ഞാൻ ഭാവനേച്ചിയെ വിളിച്ചത്, ഭാവനേച്ചി ഈ പൈസ കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം തരണം എന്ന് പറയുമ്പോൾ ഭാവനയ്ക്കും ഗായത്രിക്കും ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അപ്പോൾ ഭാവന പറയണേ, ഇതൊക്കെ തന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, എൻ്റെ ആഗ്രഹം പോലെ നിങ്ങൾ എല്ലാവരും ഉയർന്നു വരുന്നത് കാണുമ്പോൾ ഈ ചേച്ചിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ ഗായത്രി പറയണേ, നിൻ്റെ അച്ഛനും ഇങ്ങനെയൊക്കെ തന്നെയാണടാ ആഗ്രഹിച്ചിട്ടുള്ളത്, നിൻ്റെ അച്ഛൻ്റെ ആഗ്രഹത്തിനൊത്താണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉയർന്നു വരുന്നത്, അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി എന്നൊക്കെ ഗായത്രിയും പറയുകയാണ്. അപ്പോഴത്തേക്കും അവിടേക്ക് മായയും സേതുവും ഭാനുവും ഭാമയും അരുന്ധതിയൊക്കെ ഉണ്ടാവും അവിടെ. അപ്പോൾ അവരുടെയൊക്കെ സന്തോഷം കാണുമ്പോൾ അവർക്കെല്ലാവർക്കും ഒരുപോലെ സന്തോഷമാവാൻ കേട്ടോ. എന്നിട്ട് പറയണേ, ഇത്തവണത്തെ വിഷു എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത സന്തോഷം നിറഞ്ഞ വിഷു ആണെന്ന് ഭാവന പറയട്ടോ. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഒരുമിച്ച്
ഒരുമിച്ച് സന്തോഷിക്കുകയാണ്. എന്നിട്ട് ഭരത് ഭാവനയെ ആ പൈസ ഏൽപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന സമയത്ത് എല്ലാവരെയും കണി കാണിപ്പിക്കുകയാണ് കേട്ടോ. ഓരോരുത്തരായി കണ്ണുപൊത്തി കണി കാണിപ്പിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടു കൂടി നല്ല മനസ്സോടുകൂടി ഒത്തൊരുമയോട് കൂടിയിട്ടാണ് കേട്ടോ ഗായത്രിയുടെ വീട്ടിൽ എല്ലാവരും കണി കാണുന്നത്. അങ്ങനെ ഈ സമയം സൂര്യയുടെ വീട്ടിൽ മാനസയും ദേവനും ജയനിർമ്മലയൊക്കെ കണി കാണുകയാണ്. അപ്പോഴാണ് അവിടേക്ക് സുനിൽ കണി കാണാൻ വരുന്നത്. എന്നിട്ട് മാനസയോട് പറയണേ, നീ കുറച്ച് മാറി നിൽക്ക്, ഞാനും ഒന്ന് കണി കാണട്ടെ എന്ന് പറയട്ടോ. അങ്ങനെ സുനിൽ കണി കാണുന്ന സമയത്ത് പറയണ, ആരൊക്കെയാണോ മഹാഭാവം ചെയ്യുന്നത് അവർക്കൊക്കെ നല്ല തക്കതായ ശിക്ഷ ഈശ്വരൻ തന്നെ കൊടുക്കണമേ എന്നൊക്കെയാണ് കേട്ടോ ആ സമയത്ത് സുനിൽ അവിടെ നിന്നുകൊണ്ട് പറയുന്നത്. അങ്ങനെ ജയനിർമ്മല പറയണ മാനസയോട്, മോളെ മാനസ, നീ പോയി സൂര്യയെ കണി കാണാൻ വേണ്ടി കണ്ണ് പൊത്തി കൊണ്ടുവായോ എന്ന് പറയട്ടോ. അപ്പോൾ ദേവനും പറയണ, മോളെ നീ തന്നെ പോയി അവനെ വിളിച്ചോണ്ട് വായോ എന്ന് പറയണേ. അപ്പോൾ സുനിൽ ചോദിക്കുകയാണ്, അല്ല ആൻറ്റി, എൻ്റെ ഭാര്യയല്ലേ മാനസ, എന്നിട്ട് എൻ്റെ കണ്ണ് പൊത്തി മാനസ എന്നെ കണി കാണിക്കാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ അത് നീ അങ്ങ് തീരുമാനിച്ചാൽ മതിയോ എന്ന് ജയനിർമ്മല ചോദിക്കുമ്പോൾ, അതെന്താ ആൻറ്റി അങ്ങനെ പറയുന്നത്, നീ ഇവൻ്റെ സംസാരം കേട്ട് നിൽക്കാതെ നീ പോയി സൂര്യയെ വിളിച്ചോണ്ട് വായോ മാനസ എന്ന് പറയട്ടോ. അങ്ങനെ മാനസ സൂര്യയെ വിളിക്കാൻ വേണ്ടി റൂമിലേക്ക് ചെല്ലുകയാണ്. ഈ സമയം സുനിൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവർക്കിട്ട് ഒരു പണി കൊടുക്കണം, അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കാൻ കേട്ടോ. അപ്പോൾ ദേവൻ ജയനിർമ്മലയോട് ചോദിക്കുകയാണ്, അല്ല നിന്റെ ഏട്ടനും ഏട്ടത്തെയും എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർ രണ്ടുപേരും ഭക്ഷണം ഉണ്ടാക്കുകയാണ്, പാചകമൊക്കെ ഇന്ന് അവരുടെ വകയല്ലേ എന്നൊക്കെ പറയട്ടോ. അപ്പോൾ സുനിൽ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവർക്കറിയില്ലല്ലോ ഇവരുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഭാവനയുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് മാനസയുടെ അച്ഛനും അമ്മയും പണിയൊരുക്കുന്നത്, അത് ഇവർക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്നൊക്കെ സുനിൽ മനസ്സിൽ ചിന്തിക്കുകയാണ്. എന്നിട്ട് സുനിൽ നേരെ മാനസയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ മാനസ സൂര്യയുടെ കണ്ണൊക്കെ പൊത്തിയിട്ട് സൂര്യയെ വിളിച്ചുകൊണ്ട് കണി കാണിക്കാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പോൾ സൂര്യയുടെ കണ്ണ് പൊത്തുന്ന സമയത്ത് സൂര്യ കണ്ണ് തുറക്കരുത് കേട്ടോ, കണി കാണിക്കാനാണ് എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കണ്ണ് പൊത്തിയിട്ട് സൂര്യയെ താഴേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ സുനിൽ ഒരു പണി കൊടുക്കാൻ വേണ്ടി സുനിൽ ഇതെല്ലാം തന്നെ വീഡിയോ ആയിട്ട് എടുക്കുകയാണ് മൊബൈലിൽ. അങ്ങനെ സൂര്യയും കണി കാണുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ജയനിർമ്മല പറയാണ്, ഇവിടെ ഇപ്പോൾ ഭാവന കൂടി വേണ്ടതായിരുന്നു, എന്നാൽ എന്ത് സന്തോഷമായിരുന്നു എന്ന് പറയട്ടോ. അതിനെന്താ അമ്മേ, ഞാൻ ഇപ്പോൾ തന്നെ ഭാവനയെ ഇവിടേക്ക് കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കാം എന്ന് പറയണ. അപ്പോൾ ദേവൻ പറയാം, ഇന്ന് നീ പെട്ടെന്ന് പോയി ഭാവനയെ വിളിച്ചുകൊണ്ട് വായോ എന്ന് പറഞ്ഞ് സൂര്യയെ പറഞ്ഞയക്കാം കേട്ടോ. അപ്പോൾ സുനിൽ മൊബൈലിൽ എടുത്ത വീഡിയോ സേതുവിൻ്റെ ഫോണിലേക്ക് അയച്ചു കൊടുക്കുകയാണ്. ആരാണ് അയച്ചത് എന്നൊന്നും ഇവർക്ക് അറിയില്ല, പക്ഷെ ഇവർക്കിട്ടൊരു പണി കൊടുക്കണം എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടാണ് സേതുവിൻ്റെ ഫോണിലേക്ക് സുനിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഭാവനയുടെ വീട്ടിൽ എല്ലാവരും കൂടി കണി കണ്ട ശേഷം പിന്നെ ഭാവനയുടെ കയ്യിൽ നിന്നും എല്ലാവരും കൈനീട്ടം വാങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഭാവന ആദ്യമായി കൈനീട്ടം കൊടുക്കുന്നത് ഗായത്രിക്കാണ് കേട്ടോ. അങ്ങനെ ഗായത്രിയുടെ അടുത്ത് നിന്നും ഭാവന അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ്. അത് കഴിഞ്ഞ് സേതുവിന് കൊടുക്കുകയാണ്. എന്നിട്ട് സേതുവിൻ്റെ അടുത്ത് നിന്നും ഭാവന അനുഗ്രഹം വാങ്ങുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഭരത്തിനാണ് കൊടുക്കുന്നത്. അങ്ങനെ ഭരത്തിനെ കെട്ടിപ്പിടിച്ച് ഭാവന സന്തോഷത്തോടു കൂടി അനുഗ്രഹിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് കൈനീട്ടം വാങ്ങുകയാണ്. അപ്പോഴാണ് അവിടെ വല്യച്ഛനും വല്യമ്മയും സന്തോഷത്തോടു കൂടി വരുന്നത് കേട്ടോ. അങ്ങനെ വല്യമ്മ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. എന്നിട്ട് മായയുടെ കയ്യിൽ കൊടുക്കുകയാണ്, എല്ലാവർക്കും കൊടുക്ക് മായെ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഭാവന പറയണ, ആദ്യം ഞാൻ വല്യച്ഛനാണ് കൈനീട്ടം തരാൻ വേണ്ടി ആഗ്രഹിച്ചത്, പക്ഷേ വല്യച്ഛനും വല്യമ്മയും കുറച്ച് വഴുകിയല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ അമ്മയ്ക്കാണ് ആദ്യം കൈനീട്ടം കൊടുത്തത് എന്ന് പറയുമ്പോൾ ജയപത്മൻ പറയണ, അത് ആദ്യം കൊടുക്കേണ്ടത് അമ്മയ്ക്ക് തന്നെയാണ് മോളെ എന്ന് പറയട്ടോ. അങ്ങനെ ഭാവന പിന്നെ വല്യച്ഛനും വല്യമ്മയ്ക്കും കൈനീട്ടം കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൈനീട്ടം വാങ്ങിയ ശേഷം സന്തോഷത്തോടു കൂടി നിന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സേതുവിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത്. അങ്ങനെ സേതു ആ മെസ്സേജ് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് മാനസ സൂര്യയുടെ കണ്ണ് പൊത്തി കണി കാണിക്കുന്നതിനുള്ള ആ വീഡിയോ കാണുമ്പോൾ സേതുവിന് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അങ്ങനെ സേതു ഭാവനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി സംസാരിക്കുമ്പോൾ സേതു പറയണേ, നീ സൂര്യയുടെ വീട്ടിലേക്ക് പോകുന്നില്ല ഭാവന എന്ന് ചോദിക്കും. അതെന്താ സേതുവട്ട അങ്ങനെ പറഞ്ഞത്, എന്നോട് സേതുവട്ടം പോവരുത് എന്നല്ലേ പറഞ്ഞത്, പിന്നെ സൂര്യ ഇപ്പോൾ എന്നെ വിളിക്കാൻ വരും, എന്നിട്ട് അവിടെ പോയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ രമേശൻ പറയണ, അല്ല സേതുവണ്ണ എന്നോട് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, ഭാവന സിസ്റ്റർ കൂടെ ഉണ്ടെങ്കിലല്ലേ എനിക്ക് വിഷു ആഘോഷിക്കാനുള്ള ഒരു സന്തോഷം ഉണ്ടാവൂ എന്നല്ലേ, എന്താ ഭാവനയോട് പെട്ടെന്ന് പോവാൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ രമേശ, അല്ല ഞാൻ അണ്ണൻ പറഞ്ഞതാണ് എന്ന് രമേശൻ പറയട്ടോ. അപ്പോൾ എന്താണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാവാതെ എല്ലാവരും സേതു എന്താ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ നോക്കുന്നത്. അങ്ങനെ ഭാവനയോട് സേതു പറയാണ്, വായോ ഭാവന, നമുക്ക് സൂര്യയുടെ വീട്ടിലേക്ക് പോവാം, ഞാൻ നിന്നെ അവിടേക്ക് ആക്കി തരാം എന്ന് പറയുമ്പോൾ ഭാവന
അങ്ങനെ പറയണ അതൊന്നും വേണ്ട സേതുവേട്ടാ, സൂര്യ ഇപ്പോൾ വരും, നമുക്ക് എല്ലാവർക്കുമുള്ള ഡ്രസ്സ് എടുത്തോണ്ടാണ് സൂര്യ വരുന്നത്, ഞാൻ സൂര്യയുടെ കൂടെ അവിടേക്ക് പോയിക്കോളാം, ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതെന്ത് പറ്റി സേതുവേട്ടന് പെട്ടെന്ന് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് കേൾക്ക് ഭാവന, ഞാൻ നിന്നെ അവിടേക്ക് ആക്കി തരാം, നീ വായോ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ സേതുവിൻ്റെ ആ ഒരു വെപ്രാളം കാണുന്ന സമയത്ത് എല്ലാവർക്കും ഒരു സംശയം വരികയാണ്. സമയം അജയനും പ്രസീതയും ഭാവനയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ വേണ്ടി പായസത്തിൽ ചൂർണം ചേർക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ആ പായസം ഭാവനയെ കൊണ്ട് കഴിപ്പിച്ചാൽ പിന്നെ ഭാവനയുടെ കുഞ്ഞ് അങ്ങ് പോയിക്കോളും. അതോടുകൂടി നമ്മുടെ മാനസയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് എല്ലാവരും സ്നേഹിക്കുകയും ഇവിടെ ഒരു സ്ഥാനം കിട്ടുകയും ചെയ്യുമെന്നൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിയിട്ടാണ് അജയനും പ്രസീതയും ഭാവനയ്ക്കിട്ടൊരു പണി കൊടുക്കാൻ നിൽക്കുന്നത്. പക്ഷേ സുനിൽ ഇക്കാര്യമെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെ അജയനും പ്രസീതയ്ക്കും 8ന്റെ പണി തന്നെയാണ് കേട്ടോ സുനിൽ തിരിച്ചു കൊടുക്കാൻ പോകുന്നത്.